ബീഹാറിൽ ബിജെപിക്ക് തിരിച്ചടി. ബിജെപി കോട്ടയായ ബാങ്കിപ്പൂരിൽ ജനസ്വരാജ് പാർട്ടി സ്ഥാപകനും രാഷ്ട്രീയ തന്ത്രജ്ഞനുമായ പ്രശാന്ത് കിഷോറിന് വിജയം. ദേശീയ പ്രസിഡന്റ് നിതിൻ നബീൻ രാജിവെച്ചൊഴിഞ്ഞ സീറ്റിലേക്ക് നടന്ന ഉപതെരഞ്ഞെടുപ്പിൽ 18,953 വോട്ടിനാണ് പ്രശാന്ത് കിഷോർ വിജയിച്ചത്. ബിജെപിയുടെ ശക്തി കേന്ദ്രമായിരുന്ന ബങ്കിപ്പൂരിൽ 18,000-ലധികം വോട്ടുകളുടെ ഭൂരിപക്ഷത്തിലാണ് ജൻസുരാജ് പാർട്ടി സ്ഥാപകനും തെരഞ്ഞെടുപ്പ് തന്ത്രജ്ഞനുമായ പ്രശാന്ത് കിഷോർ വിജയിച്ചത്. 1995 മുതൽ ബിജെപി തുടർച്ചയായി കൈവശം വെച്ചിരുന്ന ബങ്കിപ്പൂർ മണ്ഡലത്തിലാണ് പ്രശാന്ത് കിഷോറിന്റെ ചരിത്ര വിജയം. നിതിൻ നബീന് മുമ്പ് അദ്ദേഹത്തിന്റെ പിതാവും തുടർച്ചയായി ജയിച്ച ബിജെപിയുടെ ഉരുക്കുകോട്ടയാണ് പ്രശാന്ത് കിഷോറിന്റെ തന്ത്രങ്ങൾ പൊളിച്ചത്. സിറ്റിംഗ് MLA ആയിരുന്ന ബിജെപി ദേശീയ അധ്യക്ഷൻ നിതിൻ നബീൻ രാജ്യസഭയിലേക്ക് മത്സരിച്ചതിനെ തുടർന്നാണ് ബങ്കിപ്പൂരിൽ ഉപതെരഞ്ഞെടുപ്പ് നടന്നത്. 5 തവണ നിതിൻ നബീൻ വിജയിച്ചു കയറിയ മണ്ഡലത്തിലാണ് ബിജെപിക്ക് ഞെട്ടിക്കുന്ന തോൽവി. 2025-ൽ 50,000-ലധികം വോട്ടുകൾക്കായിരുന്നു ഭൂരിപക്ഷം. ഇക്കുറി ബിജെപിക്കായി നീരജ് കുമാർ സിൻഹ ആണ് മത്സരരംഗത്ത് ഉണ്ടായിരുന്നത്. ആദ്യം നിശ്ചയിച്ച സ്ഥാനാർത്ഥിയെ മാറ്റിയാണ് ബിജെപി നീരജ് കുമാറിനെ മത്സരിപ്പിച്ചത്. ആദ്യമായി ബീഹാറിൽ ബിജെപിയിൽ നിന്നൊരാൾ മുഖ്യമന്ത്രിയായതിനു ശേഷമുള്ള തോൽവി എന്ന പ്രത്യേകതയും ഉണ്ട്. ജന്തർ മന്ദറിലെ വിദ്യാർത്ഥി പ്രക്ഷോഭത്തിന് ശേഷം നടന്ന ആദ്യ തെരഞ്ഞെടുപ്പ് ഫലത്തിലെ തിരിച്ചടി ബിജെപിക്ക് കൂടുതൽ പ്രഹരമായി. ബീഹാറിൽ പ്രതിഷേധക്കാർക്കെതിരെ പോലീസ് AK-47 പ്രയോഗിച്ചത് വിവാദമായിരുന്നു. അതേസമയം ബീഹാറിന് പുറമെ ഉപതെരഞ്ഞെടുപ്പ് നടന്ന മധ്യപ്രദേശിലെ ദതിയയിൽ കോൺഗ്രസ് സ്ഥാനാർത്ഥിയും ഗുജറാത്തിലെ മഞ്ചൽപൂരിൽ ബിജെപി സ്ഥാനാർത്ഥിയും വിജയിച്ചു. കൈരളി ന്യൂസ്, ദില്ലി.